ഹലോ. ഹലോ. ആ ഹായ്. ഇത് ലിയാഖത്ത് അതെ. ബ്ലോഗറല്ലേ? ഓക്കെ, ഞാൻ നിങ്ങളുടെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ആ ഓക്കെ, ഞാനിപ്പോഴ് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, മറ്റേ എന്താണ് എന്താ പറയാ, ഈ ഈ ബലി കൊടുത്ത മൃഗത്തിന് കാഫറിന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള വീഡിയോ ഇല്ലേ, ആ അത് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ അപ്പൊ അതിന് എനിക്ക് കിട്ടിയത് വലിയൊരു ഉത്തരവാണ്. എന്നുവെച്ചാല് എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ അപ്പോൾ എന്റെ കൂടെ കുറെ നാൾ ഒരു ഏകദേശം ഒരു 3 വർഷത്തോളം എനിക്ക് പരിചയമുള്ള വളരെ അടുത്ത് നമ്മൾ ഒരുപാട് അടുത്ത സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ വീടിന്റെ കണക്ക് തന്നെ 2 പോത്താണ് കൊണ്ടുവന്നിട്ട് കണക്കിന് അവര് നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ പെരുന്നാളിന്റെ സമയത്ത് ഇവര് അറുത്തു. അപ്പൊ നമ്മൾ കരുതി എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് ചെയ്യല്ലോ, നമ്മളറിയാം അർത്ഥല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും കൊണ്ട് തരുമായിരിക്കും, അങ്ങനെ ഒരു വിചാരം ഉണ്ടായി. എല്ലാം അത്ര അടുത്ത സുഹൃത്തുക്കളാണ്, വേറെ. അപ്പോഴേ ഇവരത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഒരു അറിവില്ല. അപ്പൊ നമുക്ക് ഇതെന്താ അവര് അറുത്ത്, അതേപോലെ നമ്മളെ കൂടെ ഉള്ള വേറൊരു സുഹൃത്തുണ്ട്, പുള്ളി മുസ്ലിമാണ്, പുള്ളി കൊണ്ട് കൊടുത്തു. നമുക്ക് തരാണ്ട് പുള്ളിക്ക് മാത്രമായിട്ട് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ എനിക്കറിയില്ല സംഭവം ഇങ്ങനെയാണ്. ഇപ്പൊ ഈ വീഡിയോ പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ കാരണം എനിക്ക് മനസ്സിലായത്. വളരെ നന്ദിയുണ്ട് ആൾക്കാർക്ക്. പിന്നെ ഞാന് കുറച്ചാൾ ഞാൻ ദുബായിലുണ്ടായിരുന്നു. ദുബായിലല്ല, സാധ്യത. ഇപ്പൊ അവിടെ നിന്നപ്പോ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി കണക്ക് തന്നെ ഈ പുള്ളി ഒരു ഖുറാൻ ടീച്ചറാണ്. പുള്ളി എന്നോട് ഇങ്ങനെ ഈ ഖുറാനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പഠിപ്പിച്ചു, അങ്ങനെ കുറെ. അപ്പം പിന്നെ എനിക്ക് കുറെ പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം കൂടെ പറഞ്ഞപ്പോ എനിക്ക് വെച്ചാൽ ഈ എന്താ പറയാ, എല്ലാ മതങ്ങളും പഠിക്കണം എന്നുള്ളത് ഭയങ്കര ത്വരയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചാള് ഈ ബൈബിള് കുറച്ചാള് ഞാൻ പഠിച്ചു. അപ്പൊ എന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മറ്റേ ഈ പെന്തക്കോസ്ത് ഭാഗത്തിൽപ്പെട്ട ഒരു എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിയായിട്ടാണ് ഞാൻ അവരുടെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പോകാറുണ്ടായിരുന്നു. അപ്പൊ അതില് അവര് പറഞ്ഞ അങ്ങനെ ഈ യേശുവൊക്കെ ദൈവം സംഭവം ശരിയാ, കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിൽ ഞാനത് കുറച്ച് പഠിച്ചു വന്നപ്പോൾ അവരുടെ കൂടെ തന്നെ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന വേറൊരു പുള്ളിയുണ്ട്. അപ്പം ഇദ്ദേഹം ഹിന്ദു ആയിരുന്നു. പുള്ളി അതിൽ നിന്ന് മാറിയിട്ട് ഈ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചാണ്. അപ്പം ക്രിസ്ത്യൻ അല്ല, കാത്തലിക്സ് അല്ല, ഈ പെന്തക്കോസ്ത് തന്നെ വേറൊരു വിഭാഗം. പുള്ളിക്കാരന് പറയുന്നത് ഇതില് മറ്റേ എന്താ പറഞ്ഞ യഹോവ മാത്രമേ പുള്ളി എടുക്കുള്ളൂ, പുള്ളി മറ്റേ യേശുക്രിസ്തു എടുക്കൂല. അപ്പൊ അങ്ങനെ വന്നപ്പോ അവിടെ തന്നെ ഒരു ഭയങ്കര കോൺട്രാക്ഷൻ ആയിട്ട് ഇവര് വന്നിട്ട് ഞാനിവിടെ രണ്ടുപേരുടെ നടക്കിരുന്നു, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് കേട്ടോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ കരുതി ഇത് വലിയ പ്രശ്നമായില്ല, ഇതിപ്പോ വലിയ ചതിയായപ്പോ നമ്മളിപ്പോ അവിടെ നിന്ന് ചാടി ഇവിടെ ഈ പഠിക്കാൻ വന്നപ്പോ ഇതിൽ തന്നെ ഭയങ്കര പ്രശ്നം. അപ്പൊ ഞാൻ ഹിന്ദു ആണ്. ഹിന്ദു ഞാൻ വലുതായിട്ട് ഫോളോ ചെയ്യാറില്ല. അങ്ങനെ വന്നപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും ഇപ്പൊ എല്ലാരും ഈ ഇസ്ലാമിനെ കുറിച്ച്, പിന്നെ നമ്മുടെ ഈ ഗേൾഫ്രണ്ട് പുള്ളിക്കാരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ കരുതി ഇത് നല്ല മതമാണല്ലോ. അങ്ങനെ അതില് ഞാൻ പഠിക്കാം. അപ്പൊ ഞാൻ നമ്മുടെ എന്റെ കൂടെ ഉള്ള വർക്കുകളിരിക്കുകയാണ്. പുള്ളി ഞാൻ പറഞ്ഞു എന്നെ നിസ്കാരം ഒന്ന് പഠിപ്പിച്ചിരുന്നു ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞ നിസ്കാരം പഠിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല, അതിനൊപ്പം നീ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു അപ്പം നമ്മുടെ പാകിസ്ഥാനി ഫ്രണ്ട്സ് ഒക്കെ കൊണ്ട് പറഞ്ഞ നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും നല്ല എക്സസൈസ് ആണ്, നീ ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ലതാണ്, ഈ യോഗ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നു. അപ്പൊ സംഭവം എനിക്കിപ്പോ ശരിയാണ്. ശരി 5 പ്രാവശ്യം പറഞ്ഞു, ഈ 5 പ്രാവശ്യം നീ യോഗ എടുക്കുമ്പോ അത്രയും നമ്മുടെ ശരീരം വൃത്തിയാകുകയാണ്, അത്ര നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇവിടെ നോമ്പെടുത്ത് ഞാനിപ്പോ ഭയങ്കര കർക്കശമായിട്ടാണ് നോമ്പൊക്കെ എടുത്തത്. അപ്പൊ ഇവരെനിക്ക് ഇതിന്റെ ഈ യോഗ എടുക്കുന്ന സമയത്ത് പഠിക്കേണ്ട പഠിപ്പിച്ചൊക്കെ തന്നു. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഒക്കെ അങ്ങനെ ചിലതൊക്കെ പഠിപ്പിച്ചു തന്നു. ഞാനപ്പോ ഇത് പഠിച്ചു. അങ്ങനെ പഠിച്ച് ഞാനപ്പോ ഈ പള്ളിയിൽ നോമ്പ് തുറക്കുന്ന സമയം പോകുമ്പോൾ ഞാൻ കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് ഞാൻ അവിടെ ചെന്നിരിക്കുള്ളൂ. എനിക്ക് കണ്ടപ്പോ എനിക്ക് ബുദ്ധിമുട്ടായിട്ടൊരു കാര്യം വെച്ചാല് ഈ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ ഈ ബാങ്ക് കൊടുക്കുന്നതിന് ആ ഒരു സമയമാകുമ്പോ തന്നെ ഇവര് ചാടി വീഴണം. ഞാൻ പറഞ്ഞിട്ട് ആരും എടുത്തോണ്ട് പോകത്തില്ല. നമ്മൾ ഇത്ര നേരം പിടിച്ചിരുന്ന ആ ഒരു ഇത് ബഹുമാനം കാണിക്കുന്നത് നമ്മൾ ആ ഒരു ഭക്തിയോടെ നമ്മളോട് കഴിക്കാം. ചുമ്മാ ഈ ചാടി കയറി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ര നേരം പിടിച്ചതിന്റെ ആ ഒരു ഇത് പോയി.
നിയമിക്കും. അപ്പം അപ്പൊ അതിൽ തന്നെ ഒരു എന്തോ ഒരു ഖുറാനിൽ തന്നെ ഒരു കഥയുണ്ടെന്ന് തോന്നുന്നു. വേഗം തുറക്കണം എന്നാണ്, ധൃതി കാണിക്കണം എന്നാണ് നോമ്പ് തുറക്കണതേ. ടൈം ആയി കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം എന്നാണ്, പിന്നെ വൈകിപ്പിക്കരുത് എന്നാണ്. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. ശരി, ഇങ്ങനെ നമ്മളറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ. അതായത് നമ്മളിപ്പം ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ബാങ്ക് കൊടുക്കുന്ന ആളുണ്ടല്ലോ, ബാങ്ക് വിളിക്കുന്ന ആള്, അയാളുടെ നോമ്പ് തുറന്നിട്ട് ഉടനാണ് ബാങ്ക് തുറക്കുക, മീൻസ് ബാങ്ക് വിളിക്കുക. അയാൾ ആദ്യം നോമ്പ് അല്ലെങ്കിൽ പിന്നെ 2 മിനിറ്റ് കഴിയുമല്ലോ, 1.5 മിനിറ്റ് ഒക്കെ കഴിയുമല്ലോ ബാങ്ക് തീർക്കാൻ. അത്രയും സമയം വൈകിപ്പിക്കാൻ പാടില്ല. അപ്പൊ അയാൾ ആദ്യം നോമ്പ് തുറക്കും, ഒന്നുകിൽ ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു കാരക്ക കഷ്ണമൊക്കെ കഴിച്ച് നോമ്പ് തുറന്നിട്ട് വിളിക്കുക. അപ്പൊ നോമ്പ് തുറക്കുന്നത് എന്ന് പറയുന്നത് ബാങ്ക് വിളി അങ്ങ് തുടങ്ങുന്ന സമയത്ത് എല്ലാരും കൂടി സ്പീഡാക്കുന്നത് അതുകൊണ്ടാണ്. സമയമായാൽ നിങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം എന്നാണ്, പിന്നെ വൈകിപ്പിക്കാൻ പാടില്ല. അതെ, അങ്ങനെയാണ്. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ പക്ഷെ ഈ നമ്മളെ ഉളുഹിയത്ത് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ വിശ്വാസികളെ സംബന്ധിച്ച് മതം അങ്ങനെ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശ്വാസികൾക്ക് അത് ഭയങ്കര വിഷമാണ്, പല മനുഷ്യർക്കും. അപ്പൊ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ പല പള്ളി കമ്മിറ്റികളും അല്ലെങ്കിൽ പല ഉളുഹിയത്ത് ഇറക്കുന്ന കമ്മിറ്റികളും ചെയ്യുന്ന എന്താ വെച്ചാൽ, ഈ പിന്നെ ഇവര് പറയുന്ന ഈ ബലി കൊടുക്കുന്ന മൃഗങ്ങളുടെ ഇത് വേറെ അറക്കും. എന്നിട്ട് ബലിയിൽ ഉൾപ്പെടാത്ത ചില ഉരുക്കൾ അവർ അറക്കും, മനസ്സിലായോ? എന്നിട്ട് അതിന്റെ ആ മൃഗത്തിന്റെ മാംസം അവിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്കോ അയൽവാസികൾക്കോ അവർ കൊടുക്കും. അങ്ങനെ ഇപ്പൊ പലയിടത്തും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതുണ്ട്. അപ്പൊ അങ്ങനെ വെച്ചാൽ അവർക്ക് മതപരമായിട്ടുള്ള ഒരു നിബന്ധന പാലിക്കും വേണം. എന്നാല് ഈ മതത്തിനകത്തുള്ള അത്രയും വർഗീയത, കിതാബിലുള്ള അത്രയും വർഗീയത എന്തായാലും മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോ മനുഷ്യർക്ക് ഇവർക്ക് അയൽവാസികൾക്കും കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കും വേണം. അപ്പൊ അവർ അതിന് കാണുന്ന ഒരു പരിഹാരം എന്താ വെച്ചാൽ ബലിമൃഗമല്ലാത്ത ചില മൃഗങ്ങളെ കൂടി അവര് വേറെ ഇറക്കും നോർമലായിട്ട്. എന്നിട്ട് അതിന്റെ ഇറച്ചി അയൽവാസികൾക്കും അമുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾക്കും അടുത്ത ആൾക്കാർക്കൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു പ്രാക്ടീസ് ഇപ്പോ പൊതുവിൽ നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ചുണ്ട്. അത് ഈ മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ആൾക്കാര്, വിശ്വാസികൾ എല്ലാവരും ഒന്നും മതത്തിന്റെ അത്രയും മതഗ്രന്ഥത്തിലുള്ള അത്രയും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ചെയ്യുന്നവരോ അല്ല. മീൻസ് മതം നിബന്ധന വെക്കുമ്പോ അതിനെ മറികടക്കാൻ അവരെന്ത് ചെയ്യും, അവർ മറ്റൊരു സൂത്രം കണ്ടെത്തും. അതാണ് ഈ ബലിമൃഗത്തിലൊക്കെ ഇവർ ചെയ്യുന്നത്. അതിപ്പോ സക്കാത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പം സക്കാത്ത്, നിർബന്ധ സക്കാത്ത് എന്ന് പറയുന്നത് ശരിക്ക് വിശ്വാസികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അവര് ദാനധർമ്മം എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ അവര് മറ്റുള്ളവരെ സഹായിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് മനുഷ്യർ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ്. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് കേൾക്കാറുണ്ട്, താങ്കളെയും കേൾക്കാറുണ്ട്, പിന്നെ ആരിഫ് ഹുസൈൻ, പിന്നെ ജാനത ടീച്ചർ, പിന്നെ ജബ്ബാർ മാഷ്, പിന്നെ അയ്യൂബ് മാലവി, അവരുടെയൊക്കെ വീഡിയോസ് ഒരുപാട് കേൾക്കാറുണ്ട്. ഇവരുടെയൊക്കെ വീഡിയോ ഞാൻ ഭയങ്കര നോക്കായിരുന്നു മുമ്പ്. എന്ന് വെച്ചാല് ഞാന് ഇതെല്ലാം കഴിഞ്ഞപ്പോ എനിക്ക് മതത്തിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി. വെച്ചാല് അവര് ആ മതത്തിൽ മുസ്ലിംസ് അവരുടെ മതത്തിലുള്ളവരെ പരസ്പരം സഹായിക്കും. പിന്നെ എന്നെ കൂടുതൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നീ ഇപ്പൊ ഈ പള്ളിയിൽ പോയി കഴിഞ്ഞാല് ഇവിടുത്തെ ഏറ്റവും വലിയ അറബി ആണെങ്കിൽ ശരിയാണ്, നമ്മളാണെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്നായിരിക്കും പ്രാർത്ഥന വരുന്നത്. അവർക്ക് അവിടെ എന്താ പറയുക, മറ്റുള്ളവരെ ഇങ്ങനെ അയിത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ കൊള്ളാലോ, നല്ലൊരു സംഭവം. അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയുമാണെന്ന് അറിയാം. ഈ ഓരോ പ്രാദേശികമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ജാതീയതയുടെ ചില അംശങ്ങളൊക്കെ ഇസ്ലാം സമൂഹത്തിനകത്തുണ്ട്. അതിപ്പോ ഈ ഒസാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തോട് ഒരു കല്യാണങ്ങൾ കഴിക്കൂലാത്ത അവസ്ഥയൊക്കെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പലതും അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെ വിവേചനപരമായിട്ടുള്ള നിബന്ധനകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുഫു വെക്കുക എന്ന് പറയും, ചേർച്ച, പൊരുത്തം. അപ്പൊ അത് ജാതി പോലെ തന്നെ ഇപ്പം ഈ ഇറച്ചി വെട്ടുകാര്, അതേപോലെ മുക്കുവന്മാര്, അതേപോലെ ഈ ഒസാന്മാരുണ്ടല്ലോ, ബാർബർ ജോലി ചെയ്യുന്നവര്, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് മറ്റുള്ള ആളുകളുടെ വിവാഹ ബന്ധം അങ്ങനെ ചേർച്ച ഇല്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില വകതിരിവുകൾ, വേർതിരിവുകളൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവിൽ ഇസ്ലാം ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ഇപ്പം പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ പോയി നിൽക്കുന്ന സമയത്ത് അവിടെ ആദ്യം ആരാണ് ചെല്ലുന്നത് അയാൾ ഫസ്റ്റ് നിൽക്കുക എന്നുള്ളതാണ്. അതിൽ പിന്നെ വലിപ്പ ചെറുപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഉള്ളത് പോലെ തന്നെ പറയണല്ലോ. അത് പിന്നെ ഇന്ത്യയിലൊക്കെ ജാതി വിവേചനം ശക്തമായ സമയത്ത് ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിച്ച ഒരു ഘടകം ആണത്.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതേപോലെ ആയിക്കോട്ടെ. ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിച്ച അത് വലിയൊരു ഘടകമാണ്. അതെ അതെ, ഈ സെമിറ്റിക് റിലീജിയൻസിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോ ഈ പ്രശ്നമുണ്ട്. അതായത് ഇത് ഏതായാലും ഈ കൾച്ചറൽ മിക്സിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഇപ്പൊ ഉയർന്ന ജാതിക്കാരൻ ഒരാള് ഇസ്ലാമിലേക്കോ ഇതിലേക്കൊക്കെ പോയാല് അയാളുടെ ഉള്ളിലുള്ള സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞ ഒരു ഉയർന്ന ചിന്ത എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് അതെങ്ങനെ ഉണ്ടാവും കുറച്ചാൽ. അപ്പൊ അതിന് അവരുടേതായിട്ടുള്ള പുതിയ വഴികൾ കണ്ടെത്തും. നമ്മളെ നാട്ടിലെ ക്രിസ്ത്യാനിറ്റിയിലെ ഏതോ ഒരു വിഭാഗം ഉണ്ടല്ലോ, എന്തോ ഒരു പേര് പറയും, എനിക്ക് പേര് ഓർമ്മയില്ല. ആ വിഭാഗം അവരെന്തോ മഹാസംഭവമാണ്, അവർ മഹാബ്രാഹ്മണരാണ് എന്നൊക്കെയുള്ള. അവര് മറ്റേ ഓർത്തഡോക്സ് അവര് കുറച്ച് ഹയർ ലെവലാണ്, മറ്റേ കാത്തലിക്സ് അവർ കുറച്ച് ലോവറാണ്. അങ്ങനെയല്ല, ഇത് വേറെന്തോ ഒരു പേര് തന്നെ ഉണ്ട്, ഇവരുടെ വിഭാഗത്തിന് ഒരു പേര് പറയും. അത് ഏതോ സിനിമയിലൊക്കെ പഠിത്തത് ഒരു കഥാപാത്രമായിട്ടൊക്കെ വന്നത്. അല്ലല്ല, അതിന് വേറെന്തോ ഒരു പേരാണ്, എനിക്കത് കറക്റ്റ് അറിയില്ല. അത് പിന്നെ അങ്ങനെ എന്തോ പറയും, പേരുണ്ട്, ഞാൻ ഓർക്കണില്ല. എന്തായാലും അങ്ങനെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് കൾച്ചറൽ മിക്സിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന സാധനങ്ങളായിരിക്കാം. പൊതുവിൽ സെമിറ്റിക് മതങ്ങളിലെ ഈ വിവേചനം കുറവാണ് എന്ന് കാണാം നമുക്ക്. എന്നുവെച്ചാല് ഖുറാനിലും മറ്റേ ഹദീസുകളിലൊന്നും മറ്റേ ഇതിനെ കുറിച്ച് പറയുന്നില്ല, ഇതിൽ ഈ ഉപജാതികളെ കുറിച്ചൊന്നും പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് അത് ശരിയാണ്, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പറയാം. അതേ സമയത്ത് ഈ മതത്തിന് പുറത്തുള്ളവർ എന്നുള്ള വിവേചനം കൂടുതലുമാണ്. അതായത് ഇപ്പൊ മുസ്ലിം അമുസ്ലിം എന്നുള്ള വിവേചനം അത് തന്നെ മതിയല്ലോ, ധാരാളമാണല്ലോ. അതേ സമയത്ത് മതത്തിനകത്തുള്ളവർ അവര് പരസ്പരം സഹോദരങ്ങളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ആ മതത്തിനകത്ത് നിൽക്കുന്നവർക്ക് അതൊരു പ്രത്യേക ഫീൽ ആയിരിക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. അതാണ് എനിക്ക് കൂടുതലൊക്കെ എന്നെ അട്രാക്ട് ചെയ്തത് വെച്ചാല് ഈ മതത്തിലേക്ക് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ പിന്നെ ഞാന് അപ്പോഴേ എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ ഇസ്ലാം അങ്ങനെ ആകർഷണം തോന്നി അതിനകത്തേക്ക് പോകാന്നൊക്കെ തീരുമാനിച്ചോ? അതോ അങ്ങനെ തീരുമാനിച്ചു ഇതിലേക്ക് മാറണം എന്നൊക്കെ അങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് നമ്മുടെ ജബ്ബാർ മാഷിന്റെ യൂട്യൂബിൽ കൂടുതലായിട്ട് കയറി അങ്ങ് നോക്കാൻ പോയത്. അങ്ങനെ ജബ്ബാർ മാഷിന്റെ ഒക്കെ പ്രസംഗം കേട്ടപ്പോ അന്ന് ഭയങ്കര പോക്കാണ്. ഞങ്ങൾക്ക് ഇയാൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്, ഇങ്ങനെ മാത്രത്തെ കുറിച്ച് തോന്നിവാസമല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഈ പുള്ളി ഇങ്ങനെ ഒരു ആയത്തൊക്കെ പറയല്ലോ, ആയത്ത് മറ്റേ ഖുറാനിലെ വാക്യമൊക്കെ പറയല്ലോ, വിശുദ്ധമായ മതത്തെ കുറിച്ച് ഇങ്ങനെ വൃത്തിയോട് പറയുന്നു എന്നൊക്കെ ആലോചിച്ചല്ലേ. സത്യം എനിക്കപ്പോ പുള്ളിയുടെ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. പുള്ളി പറഞ്ഞു, മുസ്ലിങ്ങൾ ആരെങ്കിലും പുള്ളിയെ രണ്ടടി കൊടുത്തില്ലെങ്കിൽ ഞാൻ കണ്ടാലും ഒരു അടി കൊടുക്കും എന്നൊക്കെ കരുതിയിരുന്നാണ്. അപ്പൊ വെച്ചാല് അപ്പൊ നമുക്ക് ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര നമ്മുടെ മാനസികമായിട്ട് ഭയങ്കര ഹെർട്ട് ചെയ്തു. വെച്ചാല് എന്താണ് ഈ വിളിച്ചു പോകുന്നത്, അത്ര ആ ഒരു മാത്രമുള്ളവരോട് ഇങ്ങനെ അവര് നമ്മളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നത് എന്താണ് ഇങ്ങനെ പുള്ളി സംസാരിക്കുന്നത്. അങ്ങനെ വന്നപ്പോ ഇവര് ഈ ഓരോ എന്താ പറയാ ഇവരുടെ സംവാദങ്ങളുണ്ടല്ലോ, അങ്ങനെ സംവാദങ്ങൾ കേട്ട് വന്നപ്പോഴേ ഞാൻ കരുതി, ഞാൻ ആദ്യമേ മുസ്ലിം സംവാദങ്ങളാണ് ആദ്യമേ കേട്ടത്. ഈ സുന്നി മുജാഹിദ് അവർ തമ്മിലുള്ള സംവാദം. അങ്ങനെയാണ് ഒരു ദിവസം ഈ ജബ്ബാർ മാഷ് ഞാൻ ആദ്യം കണ്ടപ്പോൾ പുള്ളിയെ ഞാൻ കരുതി അതാ മുസ്ലിം പണ്ഡിതനായിരിക്കും. അങ്ങനെയാണ് ഞാൻ കയറി പുള്ളിയുടെ ഇത് കേൾക്കുന്നത്. അങ്ങനെ കേട്ട് വന്നപ്പോഴാണ് പുള്ളിയുടെ ഒരു ഇതെന്താ പുള്ളി എന്താ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ കരുതി ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പഠിച്ച് ചകഞ്ഞ് വന്ന് പിന്നെ ആരിഫ് ഹുസൈൻ പിന്നെ താങ്കൾ അങ്ങനെ ഒരുപാട് പേരെ കേട്ട് വന്നപ്പോ പണി പാളി. ഇതിനെയാണ് നമ്മൾ ഡി ദഴവ എന്ന് പറയുന്നത്, ഡി അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഡി ദഴവ. നിങ്ങള് ദഴവയിലാണ് ആകൃഷ്ടനായത്, നിങ്ങൾ നമ്മളുടെ അടുത്ത് എത്തുമ്പോ ഡി ദഴവ എഫക്ട് വർക്ക് ചെയ്യാണ്. ഇതാണ് ഡി ദഴവയുടെ ഇമ്പാക്ട്. ഇതാണ് നമ്മൾ മതവിമർശനം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ആളുകള് അബദ്ധത്തില് പുറമേക്ക് കാണുന്ന അതിന്റെ അട്രാക്ഷൻ കൊണ്ട് ചാടിക്കേറി അകത്ത് ചെന്ന് അത്ര എളുപ്പമായിരിക്കൂല പിന്നെ അതിന്ന് പുറത്ത് കിടക്കല്. അത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായപ്പോലും പുറത്ത് കിടക്കൽ അത്ര ഈസി ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടു, അതിനകത്ത് കുടുങ്ങിയവർ അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നു. പുതിയതായിട്ടുള്ള ആളുകൾ അതിനകത്ത് പോയി പെടരുത്, കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോയി പെടട്ടെ എന്നുള്ളതാണ് നമ്മളുടെ ഡി ദഴവ എന്ന് പറയുന്ന ക്യാമ്പയിന്റെ ഉദ്ദേശം. എന്തായാലും അപ്പൊ നിങ്ങളെ ഒരാളെ നമ്മൾ രക്ഷിച്ചില്ലേ ഞങ്ങളെല്ലാരും കൂടെ? പറയാം. പക്ഷെ നമുക്കുള്ള മുസ്ലിം സുഹൃത്തുക്കൾ നമുക്ക് ഉള്ളൊരു ഇതെന്ന് വെച്ചാല് എന്താ പറയാ, അവർക്ക് അവരുടെ മതം ഒക്കെ പ്രാക്ടീസ് ചെയ്യാം, അതനുസരിച്ച് തന്നെ എന്താ പറയാ അതിലൊത്തിരി നമ്മള് എന്താ പറയാ എക്സ്ട്രീം ആവാണ്ടിരിക്കുക. അല്ല, അത് ഞാൻ പറഞ്ഞത് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അവർക്ക് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് അവര് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അതിനെ റിവ്യൂ ചെയ്യാനുള്ള അവകാശം നമുക്കും ഉണ്ടല്ലോ.
അപ്പം തീർച്ചയായിട്ടും കുടുങ്ങിയവർ തീർച്ചയായിട്ടും അവിടെ ഉണ്ട്, സ്ഥിരമായി വാങ്ങുന്നവരും ഉണ്ട്. പുതിയതായിട്ട് വാങ്ങുന്നവരത് വാങ്ങണോ വാങ്ങണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു റിവ്യൂവിനുള്ള ഒരു എന്താ പറയാ ഒരു ചെക്ക് പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാനിപ്പോ ആയിക്കോട്ടെ. സത്യം പറഞ്ഞാല് എന്താ പറയാ, ഈ കയ്യാലപ്പുറത്ത് തേങ്ങ മാറി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എങ്ങോട്ടും ഇല്ലാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ആയിക്കോട്ടെ. എന്നുവെച്ചാല് ഞാൻ കുറച്ചാൾ മറ്റേ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറെ നടന്നു. പിന്നെ ഞാൻ കരുഞ്ഞു അതും കണക്കാണ്. എന്നുവെച്ചാൽ എന്താ പറയാ, ഇവര് എല്ലാരും പറഞ്ഞോ നിങ്ങൾ ദൈവം ഉണ്ടോ, നിങ്ങള് സത്യം പറഞ്ഞാൽ ഇതൊരു ശക്തീസ് എന്നുള്ള രീതിയിലായിരിക്കാണ്. അഥവാ ഇവര് പറയുന്ന പോലെ ദൈവം ഉണ്ടെങ്കിൽ, ദൈവം ഉണ്ടെന്ന് ഇവര് ആരും പ്രൂവ് ചെയ്തിട്ടുള്ള എനിക്കറിയില്ല. അഥവാ അവിടെ ദൈവം ഉണ്ടെങ്കിൽ നമ്മളാരെയും ഒന്ന് ഉപദ്രവിക്കാണ്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ, പറ്റുന്നവർക്ക് സഹായം ചെയ്യുക, ആ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഈ ദൈവങ്ങളോ സംഭവം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാണ്ടിരിക്കുക, അതാണ് സത്യം. അതാണ് ഞാനും ഇപ്പം കരുതിയേക്കുന്നത്. അങ്ങനെ വെച്ചാൽ നമ്മളിപ്പം എന്താ പറയാ, മറ്റുള്ളവർക്ക് ഉപദ്രവമാകേണ്ട രീതിയിൽ ജീവിക്കാൻ മറ്റുള്ളവർക്ക് പറ്റുന്നത്ര സഹായം ചെയ്യുക. അതാണ് നമ്മുടെ ഒരു എന്താ മനുഷ്യൻ എന്നുള്ള രീതിയിൽ. ഇങ്ങനെ ജീവിച്ചിട്ട് ഇനിയിപ്പോ എങ്ങാനും ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ജീവിച്ചതിന് നമ്മളെ പിടിച്ച് നരകത്തിൽ ഇടാണെങ്കിൽ ഇടത്തേന്ന് വിചാരിക്കണം. അത്രേ ഉള്ളൂ. സത്യം. എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എന്ന് വെച്ചാല് നല്ല നല്ല ഫ്രണ്ട്സുകളൊന്നും അല്ല ഉള്ളത്. അഥവാ നരകത്തിൽ പോവാണെങ്കിലും അവിടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അക്കാര്യത്തിൽ ഉറപ്പാണ്. ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു. ഓക്കെ, ഫോൺ എടുത്തിട്ട് നന്നായി. ഫോൺ എടുത്തതിൽ വളരെ സന്തോഷം. ഞാന് ഇത് കേട്ടപ്പോഴാണ് എനിക്ക് സംഭവം എനിക്ക് കറക്റ്റ് അതിന്റെ ഉത്തരം കിട്ടിയത്. ഇത്ര നാള് എനിക്ക് ആദ്യം ഇങ്ങനെ മനസ്സിങ്ങനെ കിടന്നിങ്ങനെ അലട്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, ഒരു 10-12 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ്. ഇത്ര നാൾ നമ്മുടെ മനസ്സിൽ അത്രയും ഫ്രണ്ട്സ് ആയിരുന്നോണ്ടാണ് അവര് ഇങ്ങനെ ഉത്തരം കിട്ടിയില്ലേ? തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നത് വളരെ നന്ദി. പിന്നെ ഒരു കാര്യം വെച്ചാല് നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുമ്പോൾ സത്യം പറയും നിങ്ങളുടെ കാലത്ത് ഭയങ്കര പേടിയുണ്ട്. നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള ചില സംവിധാനങ്ങൾ ശ്രദ്ധയൊക്കെ ഉണ്ട്, നോക്കാം. എപ്പോഴും ഇവര് നിങ്ങളെ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയാ, ഞാൻ അവിടെ ഇതിൽ വരുന്നുണ്ട്, നമ്മളെ പറയാം. അപ്പൊ നമ്മള് എന്താ പറയാ, അവര് എന്താ പറയാ, നിങ്ങൾക്ക് അവിടെ ഒന്നും വരാതിരിക്കണ എന്തെങ്കിലും എന്താ പറയാ, നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അവിടുത്തെ ഭരണ സംവിധാനമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ മെച്ചമായതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാവുന്ന എല്ലാത്തിനും പരിഹാരം ഉണ്ടാവുന്ന. നമ്മള് എല്ലാ കാര്യങ്ങളും പേടിച്ചിരുന്ന ഒന്നും നടക്കില്ലല്ലോ. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നിങ്ങൾ വിളിച്ചതിൽ നന്ദി. നമ്മളെ ഈ സംഭാഷണം കൂടുതൽ ആളുകൾ കേൾക്കുന്നത്, ഒരുപാട് ആളുകൾക്ക് കുറെ ഇൻസൈറ്റ് കിട്ടാൻ സഹായിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. എന്ത് പറയുന്നു? കുഴപ്പമില്ല, ഞാൻ എന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മ്യൂട്ട് ചെയ്യാം തുടക്കത്തില്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ പേര് ഞാൻ പറയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കട്ട് ചെയ്യാൻ നന്നായിരിക്കും. എന്നുവെച്ചാൽ വേറെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ പേര് പറയേണ്ടതില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പേര് പറയേണ്ടതില്ല, പേര് പ്രസക്തമല്ല എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന വ്യക്തികളുടെ അനുഭവം ആശയം അല്ലേ, അല്ലാതെ പേരിൽ എന്തിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു, സമയം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ പറയാം. അത് വെച്ചാല് ഞാന് വർക്ക്ഔട്ട് ചെയ്യുന്നിടത്ത് പുള്ളിക്കാരൻ ഒരു യമനിയാണ്, യമൻ എന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹം കഴിഞ്ഞ വന്നിട്ട് ഒരു 2 മാസം മുമ്പ് വന്നിട്ട് എന്നോട് കണക്ക് ചെയ്ത് പറഞ്ഞു, ഈ പിന്നെ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സുഹൃത്ത് ഞാൻ ഇസ്ലാമിന്റെ പുറകെ പോയതാണ്, കുറെ നാൾ ഞാൻ പോയതാണ്. പുള്ളിക്ക് എന്നോട് ഈ ഇസ്ലാമിലേക്ക് മാറണം. അപ്പൊ പുള്ളി വന്ന് എന്നോട് പുള്ളി ഞാൻ ഇടയ്ക്ക് എന്നെ സലാം പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ സലാം പറയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം. എന്നുവെച്ചാൽ ഞാൻ മിക്കവാറും സലാം പറയാറുണ്ട്, എന്നുവെച്ചാൽ അവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം. പുള്ളി എങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കുറച്ച് പഠിച്ചതാണ്. പുള്ളി പറഞ്ഞു എന്ത് മുസ്ലിം ആയില്ല എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അത് ഞാൻ ഒരുപാട് പഠിച്ചപ്പോ ഞാൻ വേണ്ടാന്ന് വെച്ചു. അതെന്താ അങ്ങനെ? പുള്ളി അതിന്റെ കാര്യങ്ങളൊക്കെ എന്താ? ഞാൻ പറഞ്ഞ് ഒരുപാട് പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. താങ്കളിപ്പോ എവിടെയാണോ അവിടെ നിൽക്കുക. ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് നമ്മൾ ശരിക്കും ഹർട്ടാവും, നമ്മൾ അതിന് ഇത് മാറും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇഷ്ടമാണെന്നതിൽ നിങ്ങൾ ഒരുപാട് പഠിക്കാതിരിക്കുക. പുള്ളി എന്നോട് ഇങ്ങനെ എല്ലാവർക്കും ചെല്ലുമ്പോൾ പുള്ളി ഇങ്ങനെ ചെറിയ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ കുറച്ചു നാളായിട്ട് പുള്ളിയെ കാണുന്നില്ല. പുള്ളി കാണാനുണ്ടെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഓക്കെ, താങ്കൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രശ്നം ഉണ്ടാവും? ഇല്ലല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഞാൻ പറ്റുമെങ്കിൽ ഞാൻ പുള്ളിയെ ഞാൻ കൊണ്ടുവന്ന് താങ്കളോട് സംസാരിക്കാം. ശരി, ആയിക്കോട്ടെ. ഓക്കെ, ഓക്കെ, ശരി.